ഒരു ഞായറാഴ്ച വൈകുന്നേരം ഒന്ന് കറങ്ങാൻ പോയാലോ എന്നൊരു തോന്നൽ. അങ്ങനെ മോനെയും കൂട്ടി ബൈക്കും എടുത്ത് നേരെ വിട്ടു ഭൂതത്താൻകെട്ടിലേക്ക്. കുറേ നാളായി അവിടം വരെ ഒന്ന് പോകണമെന്ന് വിചാരിക്കും. കോതമംഗലം ബൈപ്പാസിലൂടെ മലയൻ കീഴും കടന്ന് നേരെ ഭൂതത്താൻകെട്ട് റൂട്ടിൽ. ഇനിയൊരു 10 കിലോമീറ്ററും കൂടെ പോകാനുള്ളൂ. വഴിയിൽ സഞ്ചിക എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാട്ടോ. അങ്ങനെ കീരമ്പാറ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയണം. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂതത്താൻകെട്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും സംഗതികളൊക്കെ ഒന്ന് മാറി. ആകാശം അത്യാവശ്യം ഇരുണ്ടുകൂടി ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്കുള്ള വഴിയാണ്, അതായത് പഴയ പാലത്തിലേക്കുള്ള വഴിയാണ്. പുതിയ വഴി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകും. എന്തായാലും പഴയ സ്ഥലമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങി. പണി പാളൂലോ. എന്തായാലും ബൈക്ക് എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് തൽക്കാലം എവിടെയെങ്കിലും കയറി നിൽക്കാൻ തീരുമാനിച്ചു. മഴ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയ്തു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മരത്തിൻ്റെ അടിയിൽ കയറി നിന്നു. ചെറുതായിട്ട് ചാറലടിക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല രസമല്ലേ ഇങ്ങനത്തെ ഒരു സീനുള്ള സ്ഥലത്ത് അല്പം മഴയൊക്കെ കൊണ്ട് ആ തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് അവിടുത്തെ വാക്ക് വേ ആണ്. ഈ വാക്ക് വേയുടെ അറ്റത്തായിട്ട് ഒരു വാച്ച് ടവർ ഉണ്ട്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അത് പൂട്ടിയിട്ടേക്കുക. അതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറാൻ പറ്റിയില്ല. ഞായറാഴ്ച ആയിരുന്നിട്ടും ഒട്ടും തിരക്കില്ല. ഒരുപക്ഷെ പരീക്ഷാ സീസൺ ആയതിൻ്റെ കൂടി ആയിരിക്കാം. സമയം അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. മഴ മാറേണ്ട ലക്ഷണമൊന്നുമില്ല. ഞങ്ങൾ വീണ്ടും കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെറുതായിട്ട് ആ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് അതിലിങ്ങനെ നടന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വേറൊരു വൈബാണ് കേട്ടോ. സന്ധ്യയായപ്പോൾ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. മുൻപത്തെ പോലെ അധികം ദീപാലങ്കാരങ്ങളൊന്നും കണ്ടിട്ടില്ല. മുൻപെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റുകളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുതിയ പാലത്തിലൂടെ ഡാമിൻ്റെ അപ്പുറത്തേക്ക് പോയി. മഴ പെയ്ത് റോഡൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റ് കടന്നാണ് ഇടമലയാറും പൂയംകുട്ടിയൊക്കെ പോകുന്നത്. കുറച്ച് തട്ടുകടകളൊക്കെ തുറന്നു വച്ചിട്ടുണ്ട്. കാര്യമായിട്ട് കച്ചവടം നടന്ന ലക്ഷണങ്ങളൊന്നും കാണാനില്ല. പൊതുവെ തിരക്ക് കുറവാണല്ലോ. ഡാമിൻ്റെ 2 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. ഒന്ന് ഈ അറ്റത്തും ഒന്ന് മറ്റേ അറ്റത്തും. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി.